രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുന്നു എന്നതിൽ കാര്യമില്ല. ഇത്തരത്തിൽ വിളക്ക് തെളിക്കുന്നതിന്റെ പ്രാധാന്യവും മഹത്വവും ഉൾക്കൊണ്ടുവേണം വിളക്ക് തെളിക്കാൻ. വിളക്ക് തെളിക്കുമ്പോൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും നിർബന്ധമാണ്. തുളസിയില കൊണ്ട് വെള്ളം തളിച്ച് സ്ഥലശുദ്ധി വരുത്തിയ ശേഷം വേണം വിളക്ക് വെക്കാൻ. മാത്രമല്ല, വെറും നിലത്ത് വിളക്ക് വെക്കാൻ പാടില്ല. പീഠം, തട്ട് എന്നിവയിൽ വേണം വിളക്ക് വെക്കുവാൻ. നിലവിളക്കിന്റെ ചൈതന്യസ്രോതസ്സിന്റെ ഭാരം ഭൂമിദേവിക്കു നേരിട്ട് താങ്ങാനാവാത്തതിനാലാണ് വെറും നിലത്തു വിളക്ക് വയ്ക്കരുതെന്ന് പറയുന്നത്. സൂര്യോദയത്തിനും അസ്തമയത്തിനും 5 മിനിറ്റ് മുൻപേ നിലവിളക്ക് തെളിക്കണം. ഓട്, വെള്ളി, പിത്തള, സ്വർണം എന്നീ ലോഹങ്ങളിൽ നിർമ്മിച്ച നിലവിളക്കുകളാണ് ദിനവും കൊളുത്തേണ്ടത്. നിലവിളക്കിനു മുന്നിലായി ഓട്ടുകിണ്ടിയിൽ ശുദ്ധജലം, പുഷ്പങ്ങൾ എന്നിവ വയ്ക്കുന്നതും ശ്രേഷ്ഠമായി കണക്കാക്കുന്നു. ഇപ്പോഴും ശുദ്ധമായ സ്ഥലത്ത് വേണം വിളക്ക് സൂക്ഷിക്കുവാൻ. നിലവിളക്കിനുണ്ടാകുന്ന അശുദ്ധി കുടുംബത്തിന്റെ മുഴുവൻ ഐശ്വര്യത്തെ ബാധിക്കും. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് മുൻപായി വിളക്ക് കഴുകി വൃത്തിയാക്കണം. കിഴക്ക് ദിക്കിന് അഭിമുഖമായി നിന്ന് വേണം തിരിതെളിക്കാൻ. ജീവിതത്തിൽ നിന്നും ദുഃഖങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു. കിഴക്കു ദിക്കിലേക്കും പടിഞ്ഞാറു ദിക്കിലേക്കും ഈ 2 തിരികൾ കൂപ്പുകയുടെ രീതിയിൽ വേണം വിളക്ക് കൊളുത്തുവാൻ. 5 തിരികൾ തെളിയിക്കുന്നത് ഉത്തമമാണ്. ഒറ്റതിരിയിട്ട ദീപം ദോഷഫലമുണ്ടാക്കും, മഹാവ്യാധികൾ വരുത്തും. 2 തിരിയിട്ട ദീപം ധനലാഭം സൂചിപ്പിക്കുന്നു. അതേസമയം 3 തിരികളും 4 തിരികളും ഇടുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകുമെന്ന് പറയപ്പെടുന്നു. എന്നാൽ 5 തിരികളിട്ട് വിളക്ക് കത്തിക്കുന്നത് ശുഭകരമാണ്. ചിത് പിംഗല ഹനഹന ദഹ ദഹ പജ പജ സർജാ ജ്ഞാപയ സ്വാഹ എന്ന മന്ത്രം വിളക്ക് കൊളുത്തുമ്പോൾ ചൊല്ലുന്നതിലൂടെ ജീവിതത്തിൽ എല്ലാവിധ സമ്പത്തും സമൃദ്ധിയും സൗഖ്യവും കൈവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു.